ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള കലാപരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളെ മൂത്ത ആളെ സ്കൂളിൽ വിട്ടു, ഇളയാളെ ഇത് വിട്ടില്ല. ഇളയാളെ ഇന്ന് മഴയായതുകൊണ്ട് കൊണ്ടുവിടാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു ഇവിടെ, അതുകൊണ്ട് കൊണ്ടുവിടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ബീൻസ് തോരനും ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയൊക്കെ. ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്, ഇളയ മോന് ഭയങ്കര ഇഷ്ടമാണ് ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി, ചേട്ടനും അതെ. അപ്പോൾ ഇന്ന് അതെല്ലാം ആക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബീൻസൊക്കെ അരിയാൻ കുറച്ച് താമസം, ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. കട്ടിംഗ് ബോർഡിലൊന്നും അരിയാൻ എനിക്ക് പറ്റത്തില്ല, കൈ മുറിയോ എന്നുള്ള രീതിയാണ്. ഫിംഗർ ക്യാപ്പ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ എളുപ്പം അരിഞ്ഞപ്പോൾ അത്ര സ്പീഡൊന്നും ഇല്ല അരിയാൻ. സവാളയും കൂടെ കൊത്തിയരിഞ്ഞിടാമെന്ന് വിചാരിച്ചു. നല്ലതാണ് ബീൻസും സവാളയും കൂടെ കൊത്തിയരിഞ്ഞിടാം. ബീൻസ് തനിയെ തോരൻ വെക്കാം, ഇതിനൊരു പ്രത്യേക രുചിയാണ്. സവാളയൊക്കെ കൊത്തിയരിഞ്ഞ് രണ്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല കുക്ക് ചെയ്യുന്നത്, പല രീതിയിലല്ലേ, പലയിടത്തും പല രീതിയിലാണ്, പല ആൾക്കാർക്കും പല സ്റ്റൈലാണ് കുക്കിങ്ങിന്. എല്ലാവരും ഒരേപോലെ അല്ല. ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, ഓൾറെഡി ഒരെണ്ണത്തിൻ്റെ ഹാഫ് ഞാൻ എടുത്തു, അതുകൊണ്ട് ഇതോടെ വെച്ചേക്കാം. ഇനിയൊരു തേങ്ങാമുറിയും കൂടെ നമുക്ക് കൊത്തിയരിഞ്ഞിടാം. തേങ്ങാമുറി കടിക്കുന്നത് നല്ലതാണ് നമ്മുടെ തോരനകത്തൊക്കെ. എല്ലാ തോരനകത്തും ഇടത്തില്ല, ഇടുമെന്ന് എനിക്ക് അറിയത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മുടെ ബീൻസ് തോരനിടും. ഇതൊക്കെ ഞാൻ കൂടുതലും കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് പഠിച്ചത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പ്, നല്ലപോലെ ഇത് ആ മഞ്ഞൾപ്പൊടി കഷ്ണത്തിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് തിരുമ്മി കൊടുക്കാം. ചിലപ്പോൾ തേങ്ങ ചതയ്ക്കുന്ന കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇടുന്നവരുണ്ട്. പല രീതിയിൽ ചെയ്യാമല്ലോ നമുക്ക്. ലൈറ്റർ കേടായി, അതുകൊണ്ട് തീപ്പെട്ടി തന്നെ ശരണം ഇപ്പോൾ. അപ്പോൾ ഇനി തോരൻ അടുപ്പത്തോട്ട് വെക്കാൻ പോവാണേ. അതിനെ കുറച്ച് കടുക് പൊട്ടിച്ചു, ഈ എണ്ണ ഒന്ന് ചൂടായപ്പോൾ കടുകും പൊട്ടിച്ചു, ചോറ് അരിഞ്ഞ് വെച്ചുള്ള ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഞെടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ബീൻസ് അടുപ്പത്തിരുന്ന് കഴിയുന്ന സമയത്ത് തേങ്ങ മിക്സിയിലൊന്ന് കറക്കിയാൽ പെട്ടെന്ന് ചെറിയ കിട്ടുന്ന ചെറുപ്പത്തിൽ, അപ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. എൻ്റെ തേങ്ങ ഇച്ചിരി ഉണങ്ങിയ തേങ്ങയാണ്, അപ്പോൾ അത് ഇളകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇളകി തുടങ്ങി, അപ്പോൾ ഈ പതുക്കെ തിരികെ പറ്റും.
ഒന്നോടൊന്ന് വേവട്ടെ, തട്ടിപ്പൊട്ടി വെക്കാം. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഉരുളൻകിഴങ്ങ് അരിയാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇളയ കുഞ്ഞിന് ഉരുളൻകിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി അവന് എപ്പോൾ കൊടുത്താലും അവനത് നല്ലപോലെ കഴിച്ചോളും. ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി കൊണ്ട് മിക്കവാറും എനിക്കിവിടെ ഉണ്ടാക്കണം. മിക്കവാറും ഇവിടെ ചേട്ടനും ഇഷ്ടമാണ് ഭയങ്കര ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി. ഇനി എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ആ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ പ്രത്യേകം വെള്ളത്തിലൊന്നും ഉരുളൻകിഴങ്ങ് അങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ട് വേവിക്കത്തില്ല. ആ എണ്ണയിൽ തന്നെ കിടന്ന് വേവിക്കത്തേ ഉള്ളൂ. അത് നല്ലപോലെ വെന്ത് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഉരുളൻകിഴങ്ങ് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ അതിന് മുകളിൽ ഒന്ന് തൂങ്ങി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് കളിപ്പിക്കണം. അപ്പോൾ ഇനി കുറച്ച് മാങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല പച്ചമാങ്ങ കിട്ടി. കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയപ്പോൾ മാങ്ങ കണ്ടു. മാങ്ങ വാങ്ങിച്ചു. ഒരെണ്ണേ വാങ്ങിച്ചോളൂ, ഒറ്റ മാങ്ങ. അപ്പം നല്ല മാങ്ങാ ചമ്മന്തി അരച്ച് അതിൻ്റെ വെച്ച് തൈരൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കൂട്ടാനും വേണ്ട. പിന്നെ
ചമ്മന്തി ഇപ്പം നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇങ്ങനെ കിടക്കുന്ന പോലെ ആ രീതിയിൽ അരയണം. ഒരുപാട് അപ്പം ഇങ്ങനെ നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരയണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ ടാറ്റ ബൈ ബൈ, നാളെ കാണാം.